നമസ്കാരം. ശശി തരൂർ സാർ ഹാർവാർഡിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞൊരു വരിയുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ വ്യവസായ വിപ്ലവത്തിലേക്കുള്ള വണ്ടി മുന്നേറിയപ്പോൾ ഭാരതം ഒരു ചക്രത്തിന് കീഴിൽ തള്ളപ്പെട്ടു. ആ ദുരിതം അനുഭവിച്ച കോടിക്കണക്കിന് ആളുകളുടെ ഇടയിൽ നക്ഷത്രങ്ങളിൽ കണ്ടു നട്ട ഒരു പറ്റം യുവശാസ്ത്രജ്ഞർ പ്രതീക്ഷയുടെ വിത്ത് വിതച്ചു. ഡോക്ടർ വിക്രം സാരാഭായുടെ നേതൃത്വത്തിൽ ഇൻകോസ്പ എന്ന ദേശീയ ഗവേഷണ സമിതി അവർ രൂപീകരിച്ചു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ചാരപ്രവർത്തനത്തിനും പരസ്പരം മേൽക്കോയ്മ നേടാനും ബഹിരാകാശത്തേക്ക് ചുവടുവച്ചപ്പോൾ നമ്മുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു: സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. 1963 ഭൂമിയുടെ കാന്തിക സമവാചന രേഖയ്ക്കരികിലെ തുമ്പയിൽ നിന്ന് ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് നൈക്കി അപ്പാച്ച് വിക്ഷേപിച്ചപ്പോൾ കടലിന്റെ മക്കൾ നോക്കി നിന്നു. അവർ ഒരിക്കലും കരുതി കാണില്ല പിന്നീട് ഈ ചുവട് വെച്ച് GSLV-കളിലും PSLV-കളിലും ആകാശത്ത് ചെന്ന് ഇൻസാറ്റ്, ഓഷ്യൻസാറ്റ് പോലെയുള്ള ഉപഗ്രഹങ്ങൾ അവരുടെ ജീവിതം തന്നെ മാറ്റുന്നുണ്ട്. 1975 ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചപ്പോൾ 200 വർഷത്തെ അടിമത്വത്തിന്റെ അപകർഷതാബോധത്തിലായിരുന്നു നമ്മൾ. അതുകൊണ്ട് തന്നെയാവും പദ്ധതി മേധാവി UR റാവു സാർ പറഞ്ഞത്, നമ്മൾ ബഹിരാകാശത്തേക്ക് എത്തിച്ചത് ആര്യഭട്ട ഉപഗ്രഹം മാത്രമല്ല, ഭാരതത്തിന്റെ ആത്മവിശ്വാസം കൂടിയാണെന്ന്. പല ഹോളിവുഡ് ചിത്രങ്ങളെക്കാളും കുറഞ്ഞ ചെലവിൽ മംഗൾയാൻ രൂപകൽപ്പന ചെയ്തപ്പോഴും തനതായ സാങ്കേതിക വിദ്യയായ ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ച് GSLV-5 വിക്ഷേപിച്ചപ്പോഴും ലോക റെക്കോർഡ് 8 PSLV 104 ഉപഗ്രഹങ്ങൾ ഒരേ സമയം വഹിച്ച് ബഹിരാകാശത്തേക്ക് പറന്നപ്പോഴും നമ്മുടെ ശാസ്ത്രജ്ഞർ പറഞ്ഞു തന്നൊരു പാഠമുണ്ട്: സ്വന്തം കൈകൊണ്ട് കാലും തൊഴുത്തിലിരുന്ന് റോക്കറ്റ് ഉണ്ടാക്കി സൈക്കിളിലും കാളവണ്ടിയിലുമായി രക്ഷിച്ച് പറത്തിയപ്പോഴും പറഞ്ഞു തന്നാലേ പാഠം. വിജയത്തിന്റെ സൂര്യപ്രഭ കാണാൻ നമുക്ക് വേണ്ടതൊന്നു മാത്രം: ദൃഢനിശ്ചയം. ചന്ദ്രയാൻ 1 ചന്ദ്രനിൽ വെള്ളമുണ്ട് എന്ന് തെളിയിച്ചു. ചന്ദ്രയാൻ 2 മറ്റാരും സഞ്ചരിക്കാത്ത പാതകളിൽ കൂടെ ഭാരതം സഞ്ചരിക്കും എന്ന് തെളിയിച്ചു. ചന്ദ്രയാൻ 3 മറ്റാരും ചെന്നെത്താത്ത ചന്ദ്രന്റെ തെക്കേ ധ്രുവത്തിൽ എത്തിച്ചു നമ്മൾ തെളിയിച്ചത് പരാജയത്തിന് ഭാരതത്തിന്റെ ശാസ്ത്ര കുത്തൊഴുക്കിനെ തടയാൻ സാധിക്കില്ല എന്നതിനാണ്. ശിവശക്തി പോയിന്റ് എന്ന ചെന്നിറങ്ങിയ സ്ഥലത്തിന് നാം നാമം നൽകിയപ്പോൾ ലോകത്തോട് പറഞ്ഞത് ശാസ്ത്രത്തിന് മുന്നിൽ സ്ത്രീയും പുരുഷനും സമരാണ് എന്നതാണ്. ഇതിൽ നിന്നെല്ലാം ഊർജ്ജം ഉൾക്കൊണ്ട് തന്നെയാണ് സൂര്യന്റെ രഹസ്യങ്ങൾ അറിയാൻ ആദിത്യ L1 ഇന്ത്യയിൽ നിന്ന് പറന്നു പോകിയതും ബഹിരാകാശ യാത്രികരെ ഭൂലക്ഷ്യപഥത്തിൽ എത്തിക്കാനായി ഗഗൻയാൻ തയ്യാറാകുന്നത്. 62 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഞായറാഴ്ച ഫാദർ പെരേര കുർബാനയ്ക്കിടയിൽ ഇടവകയോട് ചോദിച്ചു, ദൈവം സൃഷ്ടിച്ച ബഹിരാകാശത്തെ പഠിക്കാൻ നമ്മുടെ ശാസ്ത്രജ്ഞർക്ക് നമ്മുടെ സഹായം വേണം, നമുക്ക് ഈ സ്ഥലം വിട്ടുകൊടുക്കാമോ? ജനങ്ങൾ പറഞ്ഞു, ശാസ്ത്രവും ആത്മീയതയും ഒരുമിക്കില്ല എന്നാണ് ചിലർ പറയുന്നത്. പക്ഷെ ISRO മേധാവികളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ രണ്ടും ഒരുമിക്കുന്നത് നമുക്ക് കേൾക്കാം. ദൈവമുണ്ടോ എന്ന് ISRO മുൻ മേധാവി ഡോക്ടർ സോമനാഥ് സാറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇല്ല എന്നല്ല, എനിക്കറിയില്ല എന്നതാണ്. അറിയും തോറും അറിവില്ലായ്മയുടെ ആഴം തിരിച്ചറിയുന്ന ഈ വിനയം തന്നെയാണ് ഇന്ത്യയെ ബഹിരാകാശത്തെ സൂര്യനാക്കി ഉയർത്തുന്നത്. നന്ദി.